അല്ല, അങ്ങ് വളരെ അങ്ങ് വളരെ സാമർഥ്യത്തോടു കൂടി ഈ ബില്ലിനെ വളച്ചൊടിച്ച് വ്യാഖ്യാനിച്ചത് കൊണ്ട് അതിന് മറുപടി പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. തദ്ദേശ സ്വയംഭരണ വകുപ്പിൻ്റെ മാലിന്യ നിർമ്മാർജ്ജനത്തിനെ കുറിച്ചുള്ള ബില്ലായിരുന്നു കഴിഞ്ഞ ദിവസം നിയമസഭ ചർച്ച ചെയ്തത്. എല്ലാ പ്രതിപക്ഷങ്ങളും വളരെ ശക്തമായിട്ടാണ് പങ്കെടുത്തത്. മാത്രമല്ല, മാലിന്യ നിർമ്മാർജ്ജനത്തെക്കുറിച്ച് വളരെ ശക്തമായിട്ട് എല്ലാവരും സംസാരിക്കുന്നത്. പക്ഷേ ഇങ്ങനെ മാലിന്യം കൊണ്ട് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നവർക്ക് ശക്തമായ ശിക്ഷ ഉറപ്പുവരുത്തുന്ന പുതിയ ബില്ല് കൊണ്ടുവന്ന സമയത്ത് അതിനെതിരെയാണ് പലരും സംസാരിച്ചത്. എല്ലാവർക്കും മാലിന്യ നിർമ്മാർജ്ജനം നടത്തണം, പക്ഷേ ശക്തമായൊരു നിയമം കൊണ്ടുവന്നു കഴിഞ്ഞാൽ പലർക്കും പ്രശ്നമാണ്. പ്രത്യേകിച്ച് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയുള്ള MP രാജേഷ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ്റെ പേര് എടുത്തു പറഞ്ഞുകൊണ്ടാണ് കാര്യം പറയുന്നത്. തിരുവഞ്ചൂർ ഭയങ്കര ശക്തമായിട്ട് സംസാരിച്ചു, പക്ഷേ ശക്തമായ നിയമം വന്നു കഴിഞ്ഞാലും അതിനെതിരുമാണ്. നമുക്ക് MP രാജേഷിൻ്റെ ആ വാക്കുകളുടെ പ്രസക്ത ഭാഗങ്ങൾ നമുക്ക് കേൾക്കാം. സർ, ഇവിടെ ബഹുമാന്യനായിട്ടുള്ള ശ്രീ P. ഉബൈദുള്ള, അദ്ദേഹത്തെ സഭയിൽ ഇപ്പോൾ കാണുന്നില്ല. അദ്ദേഹം ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് അദ്ദേഹം പണ്ട് തദ്ദേശ സ്ഥാപന ജനപ്രതിനിധിയായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അദ്ദേഹം ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് ഇവിടെ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം, മാലിന്യ സംസ്കരണ കേന്ദ്രങ്ങൾ സ്ഥാപിക്കുമ്പോൾ ജനവാസ കേന്ദ്രങ്ങളെ ഒഴിവാക്കണം. ജനവാസ കേന്ദ്രങ്ങളിൽ ആരംഭിക്കുന്നതാണ് എതിർപ്പുണ്ടാവുന്നതിന് കാരണം എന്നതാണ്. അദ്ദേഹത്തിൻ്റെ അങ്ങയുടെ പ്രസംഗത്തിൻ്റെ പറഞ്ഞ ചില കാര്യങ്ങൾക്ക് തന്നെ ആദ്യം മറുപടി പറഞ്ഞു തുടങ്ങാം എന്നാണ് വിചാരിക്കുന്നത്. സർ, കേരളം ഇന്ത്യയിൽ ഏറ്റവും ജനസാന്ദ്രത കൂടിയ പ്രദേശമാണ്. അപ്പം അങ്ങനൊരു സ്ഥലത്ത് നമുക്ക് ജനവാസ കേന്ദ്രങ്ങളിൽ ഒഴിവാക്കണം എന്ന് പറയുമ്പോൾ അത് അപ്രായോഗികമായിട്ടുള്ള ഒരു കാര്യമാണ്. പിന്നെ മാലിന്യ സംസ്കരണം കേന്ദ്രം എന്ന് പറഞ്ഞാൽ പലരുടെയും മനസ്സിൽ ഇപ്പോഴും ഉള്ളത് പഴയ വിളപ്പിൽശാലയാണ്, അല്ലെങ്കിൽ അതുപോലുള്ള ഇപ്പോഴത്തെ ബ്രഹ്മപുരം, പഴയതായും പറഞ്ഞു, ഇപ്പോഴത്തെ ബ്രഹ്മപുരം. ഇത് ശരി, ബഹുമാനായിട്ടുള്ള വിദ്യാഭ്യാസ മന്ത്രി നേരത്തെ മേയറായിരുന്നു, അപ്പോൾ അദ്ദേഹത്തിന് അതിനെക്കുറിച്ച് കൂടുതൽ അറിയായിരിക്കും. ബ്രഹ്മപുരത്തിൻ്റെ കാര്യത്തിൽ എന്തായാലും നമുക്കെല്ലാവർക്കും അറിയാമല്ലോ. ബ്രഹ്മപുരത്ത് യഥാർത്ഥത്തിൽ മാലിന്യ സംസ്കരണ പ്ലാന്റ് ഇല്ല. അത് പ്ലാന്റേ അല്ല, അതൊരു ഡംപിങ് യാർഡ് മാത്രമാണ്. അങ്ങനെ കുറേ സ്ഥലത്ത് മാലിന്യം കൊണ്ടുപോയി ഡംപ് ചെയ്തിട്ടുള്ള സ്ഥലങ്ങൾ കേരളത്തിലുണ്ട്. ലെഗസി വേസ്റ്റ് എന്ന് നമ്മൾ വിശേഷിപ്പിക്കും. അത് മുഴുവൻ ബയോമൈനിങ്ങിലൂടെ ഇപ്പോൾ നീക്കം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ബ്രഹ്മപുരത്തും ബയോമൈനിങ് ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. സർ, അതല്ല ഇന്ന് മാലിന്യ സംസ്കരണ കേന്ദ്രം എന്നത്. സാങ്കേതികവിദ്യ വലിയ തോതിൽ മാറിയിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ സംസാരിച്ച പല ആളുകളും എല്ലാവരും, പ്രത്യേകിച്ച് പ്രതിപക്ഷത്ത് നിന്ന് സംസാരിച്ച ആളുകൾ, അവർ പറഞ്ഞു ഞങ്ങളാരും മാലിന്യ സംസ്കരണത്തിനെതിരല്ല, പക്ഷേ ഈ നിയമത്തിലെ വ്യവസ്ഥകളൊന്നും പറ്റില്ല. അപ്പോൾ മാലിന്യ സംസ്കരണത്തിന് എതിരാണെന്ന് ആർക്കെങ്കിലും പരസ്യമായി പറയാൻ പറ്റും? ആർക്കെങ്കിലും പരസ്യമായിട്ട് പറയാൻ പറ്റും? അതുകൊണ്ട് പ്രസംഗത്തിൽ എല്ലാവരും മാലിന്യ സംസ്കരണത്തിന് വേണ്ടി നിൽക്കുന്ന ആളുകളാണ്. തിരുവഞ്ചൂരാണെങ്കിൽ പിന്നെ അതിനുവേണ്ടി ഉറച്ചു നിൽക്കുന്ന ഒരാളാണ്. പക്ഷേ ഈ നിയമം പറ്റില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. സർ, ഞാൻ പറയാം, അതിലേക്ക് വരുന്നുണ്ട്. ഞാൻ പറഞ്ഞു വന്നത്, സാർ, നമുക്ക് വിദേശ രാജ്യത്തെ അനുഭവം പറഞ്ഞു. ശ്രീ ജോബ് മൈക്കിൾ ജർമ്മനിയിൽ കൊളോണിൽ പോയിട്ടുള്ള അനുഭവം ചൂണ്ടിക്കാണിച്ചു. അവിടെ എങ്ങനെയാണ് ജൈവമാലിന്യത്തിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത്, വാതകം ഉൽപ്പാദിപ്പിക്കുന്നത് എന്നൊക്കെ അദ്ദേഹം പറഞ്ഞു. സർ, നമ്മുടെ നാട്ടിൽ വരാൻ പോവാണ്. ഇപ്പോൾ BPCL നമ്മൾ അനുമതി കൊടുത്തു കഴിഞ്ഞു. BPCL ടെൻഡർ ചെയ്ത് കഴിഞ്ഞു. 18 മാസമാണ് അവർ സമയം പറഞ്ഞിട്ടുള്ളത്. കൊച്ചിയിൽ കംപ്രസ് ബയോഗ്യാസ്, ബ്രഹ്മപുരത്തെ കൊച്ചി നഗരത്തിലെ ജൈവമാലിന്യം ഉപയോഗിച്ചുകൊണ്ട് പ്ലാന്റ് വരാൻ പോവുകയാണ്. തിരുവനന്തപുരത്ത് ഇപ്പോൾ നമ്മൾ സ്ഥലം നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി ഉൾപ്പെടെയുള്ള ആളുകളുമായി സംസാരിച്ച് സ്ഥലം ഞങ്ങൾ കണ്ടെത്തിക്കൊണ്ടിരിക്കുകയാണ്. കൊച്ചിയിൽ 18 മാസത്തിനകം ആ പ്ലാന്റ് വരും. അപ്പോൾ വിദേശത്ത് ഉള്ളതെല്ലാം നല്ലതാണ്. നമ്മുടെ നാട്ടിൽ അത് വരുമ്പോൾ നമുക്കതിനോട് ഇത്തരം സംശയങ്ങൾ ഉണ്ടായിത്തീരുകയാണ്. ഞാൻ അതിനെ പിന്തുണച്ചുകൊണ്ടാണ് പറഞ്ഞത്, ബഹുമാനപ്പെട്ട ജോബ് മൈക്കിൾ. സർ, അപ്പം നമ്മൾ ഇതിനെക്കുറിച്ച് ജനപ്രതിനിധികൾ തന്നെ വേണ്ടത്ര ബോധവാന്മാരല്ല എന്നത് ഈ ചർച്ച തെളിയിച്ചൊരു കാര്യമാണ്. നമ്മുടെ നിയമസഭാംഗങ്ങൾ പോലും വേണ്ടത്ര ഇത്തരം കാര്യങ്ങളെക്കുറിച്ച്, മാലിന്യ സംസ്കരണത്തിൽ ഏറ്റവും പുതിയ സാങ്കേതിക വിദ്യയെക്കുറിച്ച് ഒന്നും വേണ്ടത്ര ബോധവാന്മാരല്ല എന്നതൊരു പ്രശ്നമാണ്. അത് അവരുടെ കുറവ് കൊണ്ടാണെന്ന് ഞാൻ പറയില്ല, നമ്മുടെ പൊതുവായിട്ടുള്ള കുറവാണ്. ഇപ്പം ഞാനും ഈ കാര്യങ്ങൾ മനസ്സിലാക്കിയത് മന്ത്രിയായി ഇത്തരം കാര്യങ്ങൾ കൂടുതൽ പഠിക്കാൻ നിർബന്ധിതനായപ്പോഴാണ്. അപ്പം അത്
ഈ ബോധവൽക്കരണം കൊണ്ട് ഒപ്പം ഒരു വലിയ വിദ്യാഭ്യാസ പ്രവർത്തനം നമുക്ക് നടത്തണം. അപ്പോൾ ആളുകളുടെ തെറ്റിദ്ധാരണ മാലിന്യ സംസ്കരണ പ്ലാന്റ് വരുന്നു എന്ന് പറഞ്ഞാൽ എന്തൊരാപത്ത് വരുന്നു എന്നതാണ്. അപ്പോൾ ആ ഒരു തെറ്റിദ്ധാരണ ഒരു അന്ധവിശ്വാസം എന്ന് തന്നെ പറയാം. പണ്ട് മുംബൈയിൽ നിന്ന് താനെയിലേക്കാണല്ലോ ആദ്യത്തെ തീവണ്ടി ഓടിയത്. ആ തീവണ്ടി ഓടിയപ്പോൾ അതിനെ ആളുകൾ വലിയ തോതിൽ കൂട്ടത്തോടെ വന്ന് എതിർക്കാൻ ശ്രമിച്ചതായിട്ട് നമ്മൾ വായിച്ചിട്ടുണ്ട്. ഇതെന്തോ ഒരു ആപത്തുണ്ടാക്കും എന്ന്. അതുപോലെയാണ് ഇപ്പോൾ ഒരു അന്ധവിശ്വാസം നിലനിൽക്കുകയാണ് മാലിന്യ സംസ്കരണത്തിൻ്റെ കാര്യത്തിൽ. ഞാൻ കഴിഞ്ഞ ദിവസം ഇവിടെ പറഞ്ഞു, കുറ്റിപ്പുറത്തൊരു പ്ലാസ്റ്റിക് റീസൈക്ലിംഗ് പ്ലാന്റ് വരികയാണ്, ഒരു ഇൻഡസ്ട്രിയാണത്. അപ്പോൾ അവിടെ നിന്ന് എല്ലാ പാർട്ടിയുടെയും ആളുകൾ കൂടി ഇവിടെ വന്നിരിക്കുകയാണ്. അത് ഇവിടെ വരുത്താൻ പാടില്ല, വലിയ അപകടം നമുക്ക് തടയണം എന്നൊക്കെ പറഞ്ഞിട്ട് അവരെ വന്ന വഴിക്ക് അതുപോലെ തന്നെ പറഞ്ഞയച്ചിട്ടുണ്ട്. ബഹുമാനായിട്ടുള്ള MLA അന്നുണ്ടായിരുന്നു. സർ, ഇതാണ് നമ്മുടെ ഒരു മനോഭാവം എന്നത്. ഇത് വരുന്നതെന്തോ അപകടമാണ്, മറിച്ചാണ് സ്ഥിതി. മാലിന്യ സംസ്കരണ പ്ലാന്റ് വന്നില്ലെങ്കിലാണ് ഇപ്പോൾ അപകടം. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ലോകത്ത് ഇങ്ങനെ ഒരു വിചിത്രമായിട്ടുള്ള ഒരു രീതി നിലനിൽക്കുന്ന മറ്റൊരു സ്ഥലമുണ്ടോ എന്നുള്ള സംശയമാണ്. നമ്മൾ നേരത്തെ ഇവിടെ കുഞ്ഞോമുട്ടി മാഷ് പറഞ്ഞല്ലോ, വീട്ടുകിണറിൽ 78% മലിനമാണ്. മലിനം എന്ന് പറഞ്ഞാൽ പോരാ, കോളിഫോം ബാക്ടീരിയ 78% കണ്ടെത്തിയിട്ടുണ്ട്. പൊതുജലാശയത്തിൽ 82% കണ്ടെത്തിയിട്ടുണ്ട്. ആ വെള്ളം നമുക്ക് കുടിക്കുന്നതിലൊരു പരാതിയുമില്ല. പക്ഷേ ആ വെള്ളം കൂട്ടി ശുദ്ധീകരിക്കാൻ സഹായിക്കുന്ന തരത്തിൽ ശുചിമുറി മാലിന്യം സംസ്കരിക്കാനുള്ള പ്ലാന്റ് വന്നാൽ അതിനെ ജീവൻ കൊടുത്തും എതിർക്കുമെന്നതാണ് സമീപനം. വിചിത്രമായിട്ടുള്ള തലതിരിഞ്ഞ രീതിയാണ്. നിർഭാഗ്യവശാൽ ജനങ്ങൾക്കിടയിൽ ഇക്കാര്യത്തിൽ നിലനിൽക്കുന്ന വേണ്ടത്ര ബോധ്യമില്ലായ്മയെ പലരും ദുരുപയോഗിക്കുന്നു. സ്ഥാപിത താല്പര്യക്കാരായിട്ടുള്ള ആളുകൾ ദുരുപയോഗിക്കുന്നു. അപ്പോൾ പലപ്പോഴും രാഷ്ട്രീയ പാർട്ടികളും ജനപ്രതിനിധികളും സ്വീകരിക്കുന്ന സമീപനം എന്താ? ഏറ്റവും എളുപ്പമുള്ള സമീപനം ആണ് അവർ സ്വീകരിക്കുക. ഗാലറിക്ക് വേണ്ടി കളിക്കുക എന്നതാണ്. ആ എതിർപ്പിൻ്റെ കൂടെ അങ്ങ് കൂടുക, അത് എളുപ്പമുള്ള കാര്യമാണ്. അപൂർവം ചിലരുണ്ട് അങ്ങനെയല്ലാതെ നിലപാട് സ്വീകരിച്ചിട്ടുള്ള ആളുകളുണ്ട്. ഞാനത് അവരെ മാനിക്കുകയും ചെയ്യുന്നുണ്ട്. ജനങ്ങളെ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ, വിശ്വാസത്തിലെടുക്കാനൊക്കെ ശ്രമിച്ചിട്ടുള്ള അനുഭവമുണ്ട്. അങ്ങനെ ശ്രമിച്ചിടത്തെല്ലാം ആളുകൾക്ക് പിന്നീട് വസ്തുത ബോധ്യപ്പെട്ടിട്ടുണ്ട്. ഞാനിപ്പോൾ ഒരു ഉദാഹരണം പറയാം. ബഹുമാനായ കൃഷിമന്ത്രി ഇവിടെ ഇരിപ്പുണ്ട്. ചേർത്തലയിലൊരു കക്കൂസ് മാലിന്യ സംസ്കരണ പ്ലാന്റിൻ്റെ പ്രപ്പോസൽ വന്നു. വലിയ എതിർപ്പായി. സമരസമിതി ഉണ്ടാക്കി. സമരസമിതിക്കാരെ ചർച്ചയ്ക്ക് വിളിച്ചു. ആദ്യം അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ അവിടെ ചർച്ച നടത്തിയിട്ടാണ് പ്രവർത്തനം ആരംഭിച്ചത്. വീണ്ടും എതിർപ്പ് വന്നു. ചർച്ചയ്ക്ക് വിളിച്ചപ്പോൾ എന്താണ് എതിർപ്പ് എന്ന് ചോദിച്ചു. അപ്പോൾ സമരസമിതിയുടെ കൺവീനർ ആയിട്ടുള്ള ഒരാൾ വന്നിട്ട് പറഞ്ഞു, 4 ജില്ലയിലെ കക്കൂസ് മാലിന്യം മുഴുവൻ ചേർത്തലയിൽ കൊണ്ടുവന്ന് തള്ളുകയാണ്, ഞങ്ങൾ അനുവദിക്കുന്ന പ്രശ്നമില്ല. ഞാൻ ചോദിച്ചു, അതെവിടെയാണ് പറഞ്ഞിട്ടുള്ളത്? അപ്പോൾ മുനിസിപ്പാലിറ്റി കോടതിയിൽ കൊടുത്ത് അഫിഡവിറ്റിൽ പറഞ്ഞിട്ടുണ്ട്. അഫിഡവിറ്റ് എടുത്തു കൊടുത്തു. ഞാൻ പറഞ്ഞു, നിങ്ങൾ ഈ പറഞ്ഞ കാര്യം അഫിഡവിറ്റിലൊന്ന് കാണിച്ചു തരാൻ പറഞ്ഞു. അദ്ദേഹം മുകളിൽ നിന്ന് താഴേക്കും താഴെ നിന്ന് മുകളിലേക്കും വായിച്ചിട്ട് പറഞ്ഞു, ഇതിൽ കാണാനില്ല എന്ന് പറഞ്ഞു. ഇങ്ങനെയാണ് പ്രചരണം നടത്തുന്നത്. അത് പറഞ്ഞിട്ടാണ് അവിടെ ആളെ കൂട്ടിയിട്ടുള്ളത്. അവിടെ ആളെ ഇളക്കി വിട്ടിരിക്കുകയാണ് ഇതും പറഞ്ഞിട്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അല്ലെങ്കിൽ എതിർക്കുന്നവരുടെ വാദങ്ങളെല്ലാം പരാജയപ്പെട്ടപ്പോൾ പറഞ്ഞു, ഞങ്ങൾ ഈ പറഞ്ഞതൊക്കെയാണ് ശരി എങ്കിൽ ആവാം, പക്ഷെ അതിനു മുമ്പ് മന്ത്രി അവിടെ നിന്ന് സന്ദർശിക്കണം. ഞാൻ അവരോട് പറഞ്ഞു, ഞാൻ അവിടെ വരാം, പക്ഷെ അതിനു മുമ്പ് നിങ്ങൾ മുട്ടത്തറ പ്ലാന്റ് ഒന്ന് സന്ദർശിക്കണം. സർ, ഞങ്ങൾ ബസ് ഏർപ്പാടാക്കി കൊടുത്തു. ഒരു ബസ്സിൽ ചേർത്തലയിൽ നിന്ന് ഒരു സംഘം വന്നു. മുട്ടത്തറ പ്ലാന്റ് തിരുവനന്തപുരത്തെ, ഞാൻ പറഞ്ഞല്ലോ നമ്മൾ കക്ഷി നേതാക്കളെല്ലാം പോയി ഭക്ഷണം കഴിച്ച സ്ഥലം, മജീദ് സാഹിബൊക്കെ ഉണ്ടായിരുന്നു അന്ന്. അവിടെ കൊണ്ടുപോയി ഇത് കാണിച്ചപ്പോൾ, അത് പഴയ ടെക്നോളജിയാണ്, കുറച്ച് പഴയതാണ്, അതിനേക്കാൾ പുതിയത് ഇപ്പോൾ വരുന്നുണ്ട്. അത് പോയി കണ്ട് ശേഷം അവിടുത്തെ എതിർപ്പില്ലാതായി എന്ന് മാത്രമല്ല, ഇപ്പോൾ പൂർത്തിയാവാറായി, നിർമ്മാണം പൂർത്തിയാവാറായി ചേർത്തലയിൽ. ബഹുമാനായിട്ടുള്ള കൃഷിമന്ത്രി അതിൽ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചിട്ടുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, അങ്ങനെ ഗാലറിക്ക് വേണ്ടി കളിക്കുകയല്ലാതെ ജനങ്ങളെ ബോധ്യപ്പെടുത്താനും ജനങ്ങളെ ഒപ്പം നിർത്താനും ശ്രമിച്ച ജനപ്രതിനിധികൾ ഉള്ളിടത്ത് ഈ പ്രശ്നം പരിഹരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. യെസ് മിനിസ്റ്റർ. ഈ സഭ വളരെ ഗൗരവതരമായി കാണേണ്ടുന്ന ഒരു കാര്യമാണ് ബഹുമാനപ്പെട്ട തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി പറഞ്ഞത്. ഈ മാലിന്യമെല്ലാം എന്തുകൊണ്ട് ചേർത്തലയുടെ കാര്യത്തിൽ ഇത്രയും താല്പര്യമെടുത്തെന്ന് ചോദിച്ചാൽ, ഞാൻ അനുഭവിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം, പാതിരാത്രികളിലും കൊച്ചുവെളുപ്പാങ്കാലത്തുമെല്ലാം ഈ കക്കൂസ് മാലിന്യങ്ങൾ ഈ തോട്ടിൽ കൊണ്ട് നിക്ഷേപിച്ചിട്ട് പോകുന്നതാണ് അവിടെ നടക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പരിപാടി. വളരെയധികം അപകടകരമായ സ്ഥിതിവിശേഷത്തിലേക്ക് നമ്മുടെ ജലാശയങ്ങളെയും തോടുകളെയും കുളങ്ങളെയും എല്ലാം മാറ്റി തീർക്കുന്നു എന്നുള്ള ഗൗരവതരമായ കാര്യത്തെ കൂടി നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് ഈ കാര്യത്തിൽ ശക്തമായ നിലപാട് സ്വീകരിക്കുന്നതിനുള്ള നടപടികൾ കൈക്കൊള്ളേണ്ടതാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട, ഇതിനൊപ്പം ചേർത്ത് വെക്കാനുള്ള കാര്യം. അത് ഇപ്പം ഞാൻ പറഞ്ഞത്, ജനപ്രതിനിധികൾ ഈ നിലയിൽ ഈ ആളുകളുടെ എതിർപ്പ് വരുമ്പോൾ എതിർപ്പിൻ്റെ വക്താക്കളായിട്ട് മാറുക എന്നാൽ പിന്നെ ഒരു ബുദ്ധിമുട്ടുമില്ല. ആരെയും മുഷിപ്പിക്കേണ്ട.
എന്നൊരു സമീപനം സ്വീകരിക്കുന്നത് നമ്മുടെ നാടിനോട് തന്നെ ചെയ്യുന്നൊരു വഞ്ചനയാണ് എന്ന് തിരിച്ചറിയേണ്ടതുണ്ട്. അത് ചിലപ്പോൾ ബോധപൂർവമാവില്ല. ഞാൻ പറഞ്ഞത് MLA-മാർ മാത്രമല്ല, താഴെയും ജനപ്രതിനിധികളുണ്ടല്ലോ. അതിന് താഴെയും ജനപ്രതിനിധികളുടെ ഏത് ജനപ്രതിനിധിയെ സംബന്ധിച്ചും. കാരണം നമ്മൾ ഇന്നിപ്പോൾ തൽക്കാലം നമുക്ക് ഈ പ്രതിസന്ധി തള്ളി നീക്കാനേ പറ്റൂ. ഗുരുതരമായിട്ടുള്ളൊരു സാഹചര്യമാണെന്ന് മനസ്സിലാക്കണം. എത്ര കാലം തള്ളി നീക്കിക്കൊണ്ടുപോകും? എവിടം വരെ നമ്മൾ തള്ളി നീക്കും? ഇപ്പോൾ ബ്രഹ്മപുരത്തിൻ്റെ അനുഭവം ഉണ്ടായി. ഞാൻ കഴിഞ്ഞുകൊണ്ട് വിശദമായി പറഞ്ഞു, വേണ്ട ആവർത്തിക്കുന്നില്ല. ബ്രഹ്മപുരം തീപിടിച്ചപ്പോൾ എന്തൊരു കോലാഹലമാണ് ഉണ്ടായിരുന്നത് പറഞ്ഞില്ല. എല്ലാവരും എളുപ്പം ചെയ്യാവുന്ന കാര്യം എന്താ? ഫേസ്ബുക്കിൽ കയറുക, എന്നിട്ട് പറഞ്ഞു ഞാൻ ഈ കൊച്ചി വിട്ടു പോവുകയാണ്. തീ അണഞ്ഞു, പുകയടങ്ങി, ശ്വാസം കിട്ടാൻ തുടങ്ങി. അതുവരെ ശ്വാസം കിട്ടിയിരുന്നില്ല. ശ്വാസം കിട്ടാൻ തുടങ്ങി. പഴയ പണി വീണ്ടും തുടങ്ങാണ്. വലിച്ചെറിയുക എന്ന പ്രവൃത്തിയാണ് വീണ്ടും തുടങ്ങിയത്. ഞാനൊരു കണക്ക് പറഞ്ഞല്ലോ. കൊച്ചി നഗരത്തിലെ അപ്പാർട്ട്മെൻറ്റുകളുടെയും ഫ്ലാറ്റുകളുടെയും കണക്കെടുത്തു. 579 എണ്ണം ഉണ്ട്. എത്ര സ്ഥലത്ത് ഈ മാലിന്യ സംസ്കരണ ഉപാധിയുണ്ട്? ചട്ടപ്രകാരം വേണ്ടതാണ്. 60% സ്ഥലത്തും ഇല്ല. അവരോട് പറഞ്ഞു ഈ സംവിധാനം ഏർപ്പെടുത്തണം. ഇപ്പം എന്താ നിലപാട്? കൊച്ചി വിട്ടു പോകുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയ വളരെ നിലപാടെന്താ? ഇത് പറ്റില്ല എന്നുള്ളതാണ്. അതൊന്നും അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല എന്നുള്ളതാണ്. ശക്തമായ നിലപാടെടുത്തു. ഗവൺമെൻറ് ശക്തമായ പരിശോധനകൾ നടത്തി. 33,000-ഓളധികം പരിശോധനകൾ കേരളത്തിലാകെ നടത്തി. 10,000-ഓളം നിയമലംഘനങ്ങൾ കണ്ടെത്തി. 3.96 കോടി രൂപ പിഴ ചുമത്തി. വേണ്ടെന്നാണോ പറയുന്നത്? വേണമെങ്കിൽ അതിനെയും വ്യാഖ്യാനിക്കാം. ബഹുമാനായ തിരുവഞ്ചൂർ നല്ല വാക്സാമർത്ഥ്യവും വലിയ ദീർഘമായ പാർലമെൻ്ററി പരിചയമുള്ള ഒരാളാണ്. അദ്ദേഹം ഇവിടെ വ്യാഖ്യാനിച്ചതുപോലെ വ്യാഖ്യാനിക്കാവുന്നതാണ്. അപ്പോൾ അങ്ങയുടെ ഈ വൈഭവം യഥാർത്ഥത്തിൽ മാലിന്യമുക്തമായൊരു നവകേരളം കെട്ടിപ്പടുക്കാനുള്ള ശ്രമങ്ങളെ സഹായിക്കാനാണ് ഉപയോഗിക്കേണ്ടതെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. അങ്ങ് ലാസ്റ്റ് പറഞ്ഞ വാക്കും എന്നെ തെറ്റിദ്ധരിച്ച് പറയുന്ന, അല്ലെ എന്നെ ചാരി മറ്റാർക്കോ എതിരെ പറയുന്ന. ഇവിടെ പ്രധാനപ്പെട്ട പ്രശ്നം എന്താ? മാലിന്യ സംസ്കരണത്തിന് വേണ്ടിയും അതിന് മോഡേൺ ആയിട്ടുള്ള കാഴ്ചപ്പാട് വേണമെന്നുള്ളതിന് തർക്കമില്ല. അങ്ങ് ഈ പറഞ്ഞതുപോലെ ജനപ്രതിനിധികളെ അങ്ങനെ പൂർണ്ണമായി വിശ്വാസത്തിലെടുക്കുമെങ്കിൽ പഞ്ചായത്തിൻ്റെ എക്സിക്യൂട്ടീവ് അധികാരമുള്ള പ്രസിഡന്റിനെ ഇത് ചുമതലപ്പെടുത്തിയാൽ എന്താ കാരണം? അവിടെയാണ് എൻ്റെ ചോദ്യം. അവിടെയാണ് എന്തിനാ ഈ സെക്രട്ടറിയിലോട്ട് പോകുന്നത്? അതിലേക്ക് ഞാൻ വന്നിട്ടില്ല. അത് വരാൻ പോകുന്നേ ഉള്ളൂ. അതിലേക്ക് വരാൻ പോകുന്നതേ ഉള്ളൂ. സാർ, ഇവിടെ എല്ലാവരുടെയും സഹകരണം ആവശ്യമുണ്ടെന്ന് പറഞ്ഞു. അതിനുശേഷം നമ്മൾ പൊളിറ്റിക്കൽ പാർട്ടികളുടെ തീരുമാനം എടുക്കാണ്ട്. ഇപ്പം എൻ്റെ മണ്ഡലത്തിൽ ഒരു പഞ്ചായത്ത് വളരെ സ്ട്രോങ് തീരുമാനം എടുത്തപ്പോൾ അതിന് ഞങ്ങളെ കൂടുതലൊരു കക്ഷിയും അപ്പോൾ അതിനെ ഒന്ന് എതിർത്തപ്പോൾ നിങ്ങൾ കൊണ്ടുപോയിട്ട് പിന്നീട് അതിന് അവിശ്വാസ പ്രമേയം കൊടുക്കുകയാണ് പഞ്ചായത്ത് പ്രസിഡന്റിനെതിരായിട്ട്. അപ്പോൾ അതിനെ ഒരു ഭാഗത്ത് ഗവൺമെൻറ് തീരുമാനം നടപ്പിലാക്കണമെന്ന് നമ്മൾ ഇച്ഛാശക്തിയോട് കൂടി പോകുമ്പോൾ ആ ഭരണം അട്ടിമറിക്കാൻ വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നതും അതിന് ആ ഒരു കാര്യത്തിൽ മറ്റുള്ള കാര്യത്തിലൊക്കെ ഉണ്ടാവും. ഈ മാലിന്യത്തിന്റെ കാര്യത്തിൽ വരുമ്പോൾ പിന്നെ ഒരു ബോർഡിൽ അട്ടിമറിച്ച് അധികാരത്തിൽ വരാൻ നോക്കുന്നതും ഇത് രണ്ടും വേണ്ട സർ. അപ്പൊ മാലിന്യത്തിന് രാഷ്ട്രീയം പാടില്ല എന്നാണ് നമ്മൾ ആവുന്നത്. അങ്ങ് പറഞ്ഞ അവിശ്വാസ പ്രമേയത്തിന്റെ കാര്യം എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ ഒരു കാര്യം ശരിയാണ്, ഇതില് എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും ഉത്തരവാദിത്തമുണ്ട്. എല്ലാ രാഷ്ട്രീയ പാർട്ടികളും പലപ്പോഴും, എപ്പോഴും ഞാൻ പറയുന്നില്ല, ഇപ്പോൾ അങ്ങനെ അല്ലാതെ സമീപനം സ്വീകരിക്കുന്നവരുണ്ട്. പക്ഷെ പലപ്പോഴും ഇത്തരം കാര്യങ്ങൾ ഞാനിവിടെ നേരത്തെ പറഞ്ഞു, എന്താണ് പൊതുവായ പ്രതിഷേധം ഉയർന്നു വരുമ്പോൾ ആ പ്രതിഷേധത്തിൻ്റെ കൂടെ കൂടി രാഷ്ട്രീയ നേട്ടം ഉണ്ടാക്കാൻ കഴിയുമോ എന്നുള്ള ശ്രമം സ്വീകരിക്കുന്നുണ്ട്. അത് ശരിയായിട്ടുള്ള സമീപനമല്ല. ഞാൻ ഏതെങ്കിലും ഒരു പാർട്ടിയെക്കുറിച്ചല്ല പറഞ്ഞത്, പൊതുവായി നമ്മൾ സ്വീകരിക്കേണ്ട സമീപനത്തെക്കുറിച്ചാണ് പറഞ്ഞത്. നാടിനോടൊരു ഉത്തരവാദിത്വം നമുക്ക് എല്ലാവർക്കും ഉണ്ട് എന്ന കാര്യം ഓർമ്മിപ്പിക്കുകയാണ് ചെയ്തത്.